A string is stretched and fastened to 2 points L apart. Motion is shorted by displacing the string in the form y is equal to a sin pi x by L, from which it is released at time 2. L shows that displaced of any points at a distance x from one end at time is given by y of x comma t is equal to a sin pi x by L into cos pi a t by L. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം, നന്നായിട്ട് തന്നെ വായിക്കുക. ഒരു സ്ട്രിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫോം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ y ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്, എ സൈൻ പൈ എക്സ് ബൈ എൽ. അതുപോലെ തന്നെ ഇത് ഷോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണെന്ന് ആ y ഓഫ് എക്സ് കോമ ടി ഈസ് ഇക്വൽ ടു എ സൈൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു കോസ് പൈ എ ടി ബൈ എൽ. ഇത് നമ്മൾ കണ്ടുപിടിക്കാനാണ്, പ്രൂഫാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സംഭവം നമ്മൾ ഷോ ചെയ്ത് കാണിക്കണം. അപ്പം സാധാരണ മുന്നേ ചെയ്തതിനേക്കാളും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം മുന്നേ ചെയ്തതെല്ലാം പോളിനോമിയൽ ഫോമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ പോളിനോമിയൽ ചെയ്തതിനേക്കാളും എളുപ്പമായിരിക്കും ട്രിഗ്നോമെട്രിക്ക്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ആദ്യമേ പറയുന്നു, മിക്ക സ്റ്റെപ്സും ഒരേപോലെയാണ്. ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലൊന്നും പോകുന്നില്ല. ജസ്റ്റ് ആ സ്റ്റെപ്പ്, അതിൻ്റെ ആൻസർ, ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ എന്ത് എഴുതണം? വേവ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ വേവ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുക. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ തന്നെ ലാസ്റ്റ് എഴുതേണ്ട കാര്യം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് തന്നെയാണ് ലാസ്റ്റ് എഴുതേണ്ടത്. ആ എഴുതാൻ y ഓഫ് എക്സ് കോമ 0 ഇസ് ഇക്വൽ ടു എ ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ എന്ന് ഉള്ള ഫോം ട്രിഗ്നോമെട്രിക് ഫോം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേവ് ഇക്വേഷൻ, രണ്ടാമത് ബൗണ്ടറി കണ്ടീഷൻ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ സൊല്യൂഷൻ എഴുതാം. അതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ നമ്പർ 1. അതിനുശേഷം ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y ഓഫ് യു കോമ ടി ഈസ് ഇക്വൽ ടു 0. ഈ ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ നമ്പർ 1ലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് c1 ഈസ് ഇക്വൽ ടു 0 ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ, ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നോക്കിയാൽ ഇതിൻ്റെ എങ്ങനെയാണ് സ്റ്റെപ്സ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ആൻസറിലോട്ടാണ് പോയേക്കുന്നത്. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ c1 0 എന്ന് കിട്ടും. ഈ കിട്ടിയ c1 നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലോട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും, പുതിയൊരു സൊല്യൂഷൻ കിട്ടും, ന്യൂ സൂട്ടബിൾ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ ഞാൻ നമ്പർ 2 ആയിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ വേണം രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത്. y ഓഫ് എൽ കോമ ടി ഈസ് ഇക്വൽ ടു 0 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ p ഈസ് ഇക്വൽ ടു n പൈ ബൈ എൽ എന്ന് കിട്ടും. ഈ പിയുടെ വാല്യൂ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുമ്പം ഫൈനലി നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് c2 സൈൻ n പൈ എക്സ് ഇൻറ്റു c3 കോസ് n പൈ എൽ AT പ്ലസ് c4 സൈൻ n പൈ എൽ AT എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. ഇനി c2നെ എന്ത് ചെയ്യുക? അകത്തോട്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുന്ന സമയത്ത് c2 ഇൻറ്റു c3 എന്ന് കിട്ടുന്ന ടേമെല്ലാം ഞാൻ a ആക്കി എടുത്തു. c2 ഇൻറ്റു c4 എന്ന് കിട്ടുന്ന ടേമെല്ലാം b ആയിട്ട് എടുത്തു. ഇതിൻ്റെയും ക്ലിയർ എക്സ്പ്ലനേഷൻ ഉണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഈ തേർഡ് ഇക്വേഷൻ്റെ ഫോമാറ്റിലാണ്. അതിന് നമ്മൾ തേർഡ് ഇക്വേഷൻ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു. ഇനി മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷനാണ്. അപ്പോൾ മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഡോ വൈ ബൈ ഡോ എക്സ് എന്നുള്ള ഫോർമാറ്റിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഡോ വൈ ബൈ ഡോ ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് b ഈസ് ഇക്വൽ ടു 0. ആ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന b ഈസ് ഇക്വൽ ടു 0. ഈ ബിയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ ഞാൻ 4 ആയിട്ട് എടുത്തു. ഇനി ഈ ലാസ്റ്റ് ഫൈനലി കിട്ടുന്ന ഇക്വേഷനെയാണ് നമ്മൾ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുത്തെഴുതുമ്പോൾ ഒരു വ്യത്യാസമുള്ളത് സമേഷൻ ഓഫ് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആ ഒരു സംഭവം കൊടുക്കണം. എ എന്നുള്ളതിന് എ സഫിക്സ് n എന്നൂടെ കൊടുക്കുക. ബാക്കിയെല്ലാം നമുക്ക് തൊട്ട് പ്രീവിയസ് കിട്ടി അതുപോലെ തന്നെ കൊടുത്താൽ മതി. പക്ഷെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അത് ഞാൻ 5th ഇക്വേഷനായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ 3
ഇക്വേഷൻ ബൗണ്ടറി കണ്ടീഷൻസും കൊടുത്തു കഴിഞ്ഞു, 3 പുതിയ സൊല്യൂഷൻസും കിട്ടി. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. 4ാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് കിട്ടിയ ആ മോസ്റ്റ് ജനറൽ സൊല്യൂഷനിൽ വേണം കൊടുക്കേണ്ടത്. സോ 4ാമത്തെ എന്താണ്? y of x, 0 is equal to a sin pi x by l. ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ a സൈൻ n pi x by l ഇൻറ്റു 1 എന്നുള്ള ഫോമിൽ കിട്ടും ഇത് കൊടുക്കുന്ന സമയത്ത്. ഇനി ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ്റെ ഫോർമാറ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം സൈന് തന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും ഇതെന്താണ്? ഒരു ട്രിഗ്നോമെട്രിക് ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും സമയം നമുക്ക് കുറച്ച് മതി. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? an ആണ് തന്നേക്കുന്നത്. ആ an മാറ്റിയിട്ട് a1 a2 a3 എന്നുള്ള ഫോമിലോട്ട് ആക്കുക. അതാണ് ചെയ്യേണ്ടത് ആദ്യം. അപ്പോൾ ഞാൻ a1 സൈൻ പൈ ബൈ l ഇൻറ്റു എക്സ്, a2 എടുക്കുമ്പം എന്ത് ചെയ്യും? രണ്ടാമത്തേത് a2 എടുക്കുമ്പോൾ 2π വരും, a3 എടുക്കുമ്പോൾ 3π വരും. ഇസ് ഈക്വൽ ടു RHSൻ്റെ സൈഡിൽ എന്ത് തന്നെയാണ് വരുന്നത്? ഈ ഒരു ടേം a സൈൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്ന ടേം തന്നെയാണ് RHS സൈഡ് വരുന്നത്. LHS സൈഡിൽ നമ്മൾ ഈ കിട്ടിയതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതും, RHS സൈഡിൽ ഈ ഒരു ഫോം തന്നെയാണ് വരുന്നത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ ഈ കോഎഫിഷ്യൻസ്, ഇതിലുള്ള കോഎഫിഷ്യൻസ് തമ്മിൽ എന്ത് ചെയ്യുക? LHS RHS സൈഡിൽ കിടക്കുന്ന കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം എടുക്കുന്നത് എന്താണ്? a1 സൈൻ പൈ എക്സ് ബൈ എൽ ഇസ് ഇക്വൽ ടു RHS സൈഡിൽ അതിന് കിടക്കുന്ന a സൈൻ പൈ എക്സ് ബൈ എൽ. സൈൻ പൈ എക്സ് ബൈ എൽ പൈ എക്സ് ബൈ എൽ വെട്ടിപ്പോകൂലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a1 ഇസ് ഇക്വൽ ടു a എന്ന് കിട്ടും. ഇനി a2ൻ്റെ എടുക്കാം. a2ൻ്റെ എടുക്കണമെങ്കിൽ അവിടെ എന്തില്ല? കോഎഫിഷ്യൻസ് ഇല്ല. സോ എന്ത് പറയും? a2 ഇസ് ഇക്വൽ ടു 0. a3 അങ്ങനെ തന്നെയല്ലേ? ഇനി ഈ a1 a2 a3യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഇക്വേഷൻ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫോർമാറ്റ് ഈ ഒരു രീതിയിലായിരിക്കും. y of x, t is equal to summation of n equal to 1 to infinity a sin pi x by l into cos pi at by l എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്, ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലം വരുമ്പോൾ പോളിനോമിയലും ട്രിഗ്നോമെട്രിക്കും ചെയ്യാൻ അറിഞ്ഞിരിക്കണം.